ചൊവ്വ. സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയൂഥത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ. ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പോക്സൈഡ് കാരണമായി ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ചുവന്ന ഗ്രഹം എന്നും വിളിക്കാറുണ്ട്. റോമൻ യുദ്ധദേവനായ മാർസിന്റെ പേരാണ് പാശ്ചാത്യർ ഇതിന് കൊടുത്തിരിക്കുന്നത്. നേരിയ അന്തരീക്ഷത്തോടു കൂടിയുള്ള ഒരു ഭൗമഗ്രഹമാണ് ചൊവ്വ. ഉപരിതലത്തിൽ ചന്ദ്രനിലേതുപോലെ ഉൽക്കാഗർത്തങ്ങൾ ഉണ്ടെന്നതിനു പുറമെ അഗ്നിപർവ്വതങ്ങൾ, താഴ്വരകൾ, മരുഭൂമികൾ, ഭൂമിക്ക് സമാനമായി ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ എന്നിവയും കാണപ്പെടുന്നു. പക്ഷേ ടെക്ടോണിക് പ്രവർത്തനങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഭൂമിശാസ്ത്രപരമായി സജീവമല്ലാത്ത അവസ്ഥയാണ് ചൊവ്വയ്ക്കുള്ളത്. അറിയപ്പെടുന്നതിൽ വെച്ച് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതം ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ് ആണ്. അതുപോലെ ഏറ്റവും വലിയ മലയിടുക്ക് ഈ ഗ്രഹത്തിലെ വാലസ് മറൈനറിസ് ആണ്. ഗ്രഹോപരിതലത്തിന്റെ 40% വരുന്ന ഉത്തരാർദ്ധഗോളത്തിലെ നിരപ്പായ ബൊറീലിസ് തടം ഒരു വലിയ ഉൽക്കാപതനം മൂലമുണ്ടായ ഒന്നാണെന്ന് അനുമാനിക്കപ്പെടുന്നു. ഗ്രഹത്തിന്റെ ഭ്രമണവും ചാക്രികമായ കാലാവസ്ഥാ മാറ്റവും ഭൂമിയിലേതിന് സമാനമാണ്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ. ഫോബോസ്, ഡീമോസ് എന്നിങ്ങനെ 2 സ്വാഭാവിക ഉപഗ്രഹങ്ങളാണ് ചൊവ്വയ്ക്കുള്ളത്. ഈ ഉപഗ്രഹങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അറിയില്ലെങ്കിലും ചൊവ്വ ആകർഷണ വലയത്തിൽപ്പെടുത്തിയ ക്ഷുദ്രഗ്രഹങ്ങളായിരിക്കാമെന്നാണ് അവയുടെ ഘടന സൂചിപ്പിക്കുന്നത്. 1877 അസഫ് ഹാൾ ആണ് 2 ഉപഗ്രഹങ്ങളെയും കണ്ടെത്തിയത്. ഗ്രീക്ക് ഐതിഹ്യത്തിലെ യുദ്ധദേവനായ ഐറീസിനെ പടക്കളത്തിൽ അനുഗമിക്കുന്ന മക്കളായ ഫോബോസ്, ഡീമോസ് എന്നീ കഥാപാത്രങ്ങളുടെ നാമങ്ങളാണ് ഗ്രഹത്തിന് നൽകിയത്. റോമാക്കാർക്ക് ഐറീസ് എന്നാൽ ചൊവ്വാഗ്രഹമാണ്. ഭൂമിയിൽ നിന്നും ചന്ദ്രനെ വീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ചൊവ്വോപരിതലത്തിൽ നിന്നും ഫോബോസും ഡീമോസും കാണപ്പെടുന്നത്. വളരെ പതുക്കെയാണ് ഇത് കിഴക്ക് നിന്നും ഉദിക്കുന്നത്. 30 മണിക്കൂർ മാത്രമാണ് പരിക്രമണ ദൈർഘ്യമെങ്കിലും ചൊവ്വയുടെ ഭ്രമണത്തിന് അല്പം മാത്രം കുറഞ്ഞ രീതിയിൽ പരിക്രമണം ചെയ്യുന്ന ഡീമോസ് പടിഞ്ഞാറ് അസ്തമിക്കാൻ 2.7 ദിവസം എടുക്കുന്നു. വീണ്ടും ഉദിക്കാൻ ഇതുപോലെ കൂടുതൽ സമയമെടുക്കുന്നു. ചൊവ്വയുടെ പരിക്രമണവും ഭ്രമണവും. സൂര്യനിൽ നിന്നും ശരാശരി 23 കോടി കിലോമീറ്റർ അകലെയാണ് ചൊവ്വ പരിക്രമണം ചെയ്യുന്നത്. പരിക്രമണ കാലം 687 ഭൗമദിനങ്ങൾക്ക് തുല്യമാണ്. ചൊവ്വയിലെ ഒരു സൗരദിനം ഭൂമിയിലുള്ളതിനേക്കാൾ അല്പം മാത്രം നീളമുള്ളതാണ്. 24 മണിക്കൂറും 39 മിനിറ്റും 35.244 സെക്കൻഡുകളും. ഒരു ചൊവ്വ വർഷം 1.8809 ഭൗമവർഷത്തിന് തുല്യമാണ്. അതായത് ഒരു വർഷവും 320 ദിവസവും 18.2 മണിക്കൂറും. 25.19 ഡിഗ്രിയാണ് ചൊവ്വയുടെ അച്ചുതണ്ടിന്റെ ചെരിവ്. ഇത് ഏതാണ്ട് ഭൂമിയുടെ അച്ചുതണ്ട് ചെരിവിനോട് സമാനമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിന്റെ നീളം കൂടുതലായതിനാൽ ദൈർഘ്യം കൂടുതലുണ്ടെങ്കിലും ചൊവ്വയിലെ ഋതുക്കൾ ഭൂമിയിലുള്ളതുപോലെയാണ്. നിലവിൽ ഡീനബ് ആണ് ചൊവ്വയുടെ ഉത്തരധ്രുവ നക്ഷത്രം. നിലവിൽ പ്രവർത്തന നിരതമായ 5 ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയെ വലം വെക്കുന്നുണ്ട്. നാസയുടെ മാർസ് ഒഡീസി, മാർസ് റീകണൈസൻസ് ഓർബിറ്റർ, മാവൻ ബഹിരാകാശ പേടകം എന്നിവയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസും ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യമായ മാർസ് ഓർബിറ്റർ മിഷൻ എന്നിവയാണവ. സ്പിരിറ്റ്, ഓപ്പർച്യൂണിറ്റി, ക്യൂരിയോസിറ്റി എന്നീ 3 പര്യവേഷണ വാഹനങ്ങൾ ഉൾപ്പെടെ വിജയിച്ചതും അല്ലാത്തതുമായ ഏതാനും മനുഷ്യനിർമ്മിത വസ്തുക്കളും ചൊവ്വോപരിതലത്തിലുണ്ട്. 2008 ഫീനിക്സ് ലാൻഡർ അതിന്റെ ദൗത്യം പൂർത്തിയാക്കുകയുണ്ടായി. ഇപ്പോൾ പ്രവർത്തനത്തിലില്ലാത്ത നാസയുടെ മാർസ് ഗ്ലോബൽ സർവേയറിൽ നിന്നുള്ള വിവരങ്ങൾ ചൊവ്വയുടെ ദക്ഷിണ ധ്രുവത്തിലെ മഞ്ഞുപാളികൾ കുറഞ്ഞു വരുന്നതായി കാണിക്കുന്നുണ്ടായിരുന്നു.